എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഓരോ വീഡിയോസും ഓരോ ദിവസം ഇടുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നുണ്ട്. അവർ കാണുന്നവർ ലൈക്കും കൂടി ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. വാട്സപ്പിൽ തന്നെ ഒരു 10-100 ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ആ ഫ്രണ്ട്സിനെല്ലാം ഞാനിത് വാട്സപ്പിലൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്നോട് ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ എൻ്റെ വാട്സപ്പിലുള്ളത്. അപ്പോൾ അതുപോലെ ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ മുടി വളരാനുള്ള ഒരു സുന്ദരമായ ഒരു എണ്ണ. കാരണം 100% ഈ എണ്ണ തേച്ചാൽ മുടി വളരുമെന്ന് ഉറപ്പാണ്. കാരണം എൻ്റെ മുടി ഒരുപാട് നല്ല കട്ടിക്ക് മുടിയായിരുന്നു. ഒരുപാട് നീളമില്ലെങ്കിലും നല്ല കനത്തോടു കൂടി വളർന്നിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് എൻ്റെ മുടി ഫുള്ളങ്ങ് ഊരിപ്പോയി. ഞാൻ ഈ എണ്ണ കാച്ചിയാണ്. അതേപോലെ എൻ്റെ ഹസ്ബൻഡിനും മുടി ഊരിപ്പോയിരുന്നു. എൻ്റെ മുടിയല്ല അപ്പം നല്ല കഷണ്ടി പോലെ ഇരുന്നായിരുന്നു. ഇപ്പോൾ അവിടെ എല്ലാം നല്ല മുടി വളർന്നിട്ടുണ്ട്. ഈ എണ്ണ തേച്ചാണ് അദ്ദേഹത്തിന് മുടി വളർന്നത്. അതേപോലെ തന്നെ എൻ്റെ മുടി ഇപ്പോൾ ഊരൽ നിന്നു. മുടിക്ക് ഉള്ളുണ്ടായി. ഹൈറ്റ് പതുക്കെ നീളം വയ്ക്കത്തുള്ളൂ. അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്ക് എണ്ണ തേച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അങ്ങ് നീളം വയ്ക്കത്തില്ല. പെട്ടെന്ന് തന്നെ ആ മുടിയുടെ ഉള്ള് നമുക്ക് മനസ്സിലാവും. പിന്നെ ചൊറിച്ചിൽ, താരൻ, മുടി കറുക്കാൻ എല്ലാത്തിനും ചേർന്ന ഒരു എണ്ണയാണ് ഇത് നിങ്ങൾ ഒരു ലിറ്റർ മേടിച്ച് കാച്ചി വെച്ചിരുന്ന നിങ്ങൾക്ക് ഒരു 4 മാസം 5 മാസം വരെ നിങ്ങളെ മുടിയുടെ ഉള്ളുണ്ടായിരിക്കും. ഉറപ്പായിട്ടും പതുക്കെ നീളവും വെച്ചുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എണ്ണയിലോട്ട് കിടക്കാം. ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതാണ്ടേ, നമ്മൾ എല്ലാ വീട്ടിലും കാണും കറ്റാർവാഴ. ഈ കറ്റാർവാഴ ഒരെണ്ണം എടുക്കുക. അതിന് ആദ്യം വെട്ടുമ്പം തന്നെ ഇതിലൂടെ ഒരു കറയുണ്ട്. ആ കറ കുറച്ച് നേരം ചരിച്ച് വയ്ക്കുമ്പോൾ തന്നെ ആ കറയെല്ലാം പോയി നമുക്ക് കഴുകി വൃത്തിയാക്കി ഇത് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടുന്നതാണ് മൈലാഞ്ചി. മുടിക്ക് കളർ ഉണ്ടാവാനും തലയിൽ ഇല്ലാതിരിക്കാനും എല്ലാം ഏറ്റവും നല്ലതാണ് മൈലാഞ്ചി. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പില. നമ്മളെ തലയുടെ മുടി നല്ല മുടിക്ക് നീളം വയ്ക്കാനും തലയ്ക്ക് നല്ല തണുവും എല്ലാം കിട്ടാൻ വേണ്ടി ഏറ്റവും ഉത്തമമാണ് കറിവേപ്പില. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കരിഞ്ജീരകം. മുടി വളരാൻ ഏറ്റവും ഉത്തമമാണ് കരിഞ്ജീരകം. പിന്നെ നമ്മുടെ തലയ്ക്ക് നല്ല പ്രോട്ടീനും നല്ല എല്ലാം നമ്മുടെ പോഷകങ്ങളെല്ലാം അടങ്ങിയതാണ് ഈ ഉലുവ. ഉലുവ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് അത് ഊറ്റിയെടുത്ത് നമ്മൾ തല തേച്ചിറക്കി ഷാമ്പു പോലും ആവശ്യമില്ല അത്. പിന്നെ പനി, നീർവാഴ്ച എന്നും ഇല്ലാതിരിക്കാൻ ഒരു 5 കുരുമുളക്. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തുളസിയിലയും പനിക്കൂർക്കയും കൂടെ ഉണ്ടാക്കുക. കാരണം ഓരോരുത്തർക്ക് തൊണ്ടയടപ്പും എണ്ണ തേക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചുമന്നുള്ളി. കണ്ടില്ലേ, ഈ ചുമന്നുള്ളി ഒരു 5-6 എണ്ണം. ആദ്യത്തെ മേളത്തെ തൊലി മാത്രം കളഞ്ഞിട്ട് അകത്തെ തൊലി വേണം അത് കഴുകി വൃത്തിയാക്കിയത്. പിന്നെ വേണ്ടുന്നത് ചെമ്പരത്തിപ്പൂവ്. എത്ര ഇട്ടാലും നല്ലത് തന്നെ ചെമ്പരത്തിപ്പൂവ്. അതിൻ്റെ കൂടൊപ്പം തന്നെ ചെമ്പരത്തി ഇല. ഇതിത്രയും. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് 1/2 കിലോ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് 1 കിലോ വെളിച്ചെണ്ണയ്ക്കകത്ത് ചെയ്തെടുക്കണമെങ്കിലും ഇത്രയൊക്കെ സാധനം മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചുമന്നുള്ളിയും ഉലുവയും കരിഞ്ജീരകവും ഒന്ന് ചതയ്ക്കണം. ഈ കറ്റാർവാഴ തൊലിയോടുകൂടി തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ബാക്കിയെല്ലാം എണ്ണയിലോട്ടങ്ങ് ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ, എല്ലാം ഞാൻ ചതച്ചിട്ടുണ്ട്. ഇതുണ്ട് നമ്മളെ മൈലാഞ്ചി, ഇത് ചെമ്പരത്തി ഇല, ചെമ്പരത്തിപ്പൂവ്, കറിവേപ്പില, കറ്റാർവാഴ എണ്ണയിലോട്ട് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനൊന്ന് ഞെരടണം. കണ്ടില്ലേ, അപ്പോൾ എൻ്റെ നീര് ഫുള്ള് ഇറങ്ങിയിരിക്കും. അതിങ്ങനെ ഒന്ന് ആക്കിയേക്കണം. ചതച്ചാൽ ആ നീര് മൊത്തം കല്ലിലായിപ്പോൾ അപ്പോൾ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഞെരടി വെച്ച് ഉള്ളി ഇതെനിക്ക് ചെറുതായിട്ടൊന്ന് ചതയ്ക്കണം. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാനുള്ള മാറാം. പിന്നെ ഇത് തേക്കേണ്ട രീതി എന്ന് വെച്ചാൽ പനിയുള്ളവർ, നീർത്താഴ്ചയുള്ളവർ രാത്രി തേക്കരുത്, പകൽ തേക്കണം. 1 മണിക്കൂർ തേച്ചിട്ടിട്ട് ചെമ്പരത്തി താളി വെച്ച് തന്നെ കഴുകിക്കളയാം കേട്ടോ. വേറെ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ഓക്കെ, നമുക്ക് എണ്ണ ഉണ്ടാക്കാം. നമുക്ക് എണ്ണ ഒഴിക്കാം. 1/2 കിലോ വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യമേ നമുക്ക് നമ്മുടെ 5 കുരുമുളക്, അതിൻ്റെ കൂടെ ചതച്ച് വെച്ച് ഉള്ളി, അതിൻ്റെ കൂടെ ചതച്ച കരിഞ്ജീരകവും ഉലുവയും, നമ്മളെ ഉള്ളിയും കരിഞ്ജീരകവും ഉലുവയും
കുരുമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാൻ പോകുന്നത് കറ്റാർ വാഴ. ഈ കറ്റാർ വാഴ ഒന്ന് കൈ വെച്ചൊന്ന് ഞെരടിയിട്ടിട്ടണം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ കൂടെ നമ്മളെ കറിവേപ്പില, ഇത് മൈലാഞ്ചി, ചെമ്പരത്തിയില എല്ലാം ചതച്ചതാണ് കേട്ടോ. ചെമ്പരത്തി പൂവ്, ഇത് പനിക്കൂർക്കയും തുളസി. ഇത്രയൊന്ന് നല്ലോണം മുരിഞ്ഞ് നല്ല മണമാവും. എണ്ണ നല്ല കളറിനകത്ത് വരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. കാരണം എൻ്റെ ഫോൺ ഇത്തിരി കംപ്ലൈൻ്റ് ഉണ്ട്. വീഡിയോ ചിലപ്പോൾ കട്ടായാൽ തന്നെ നിങ്ങൾ ഇത് ക്ഷമിക്കണം. കാരണം ഇത് നല്ലോണം വെന്ത് നല്ല ചുമന്ന് നല്ല മുരിഞ്ഞ് നല്ല കറുപ്പ്, അധികം കരിഞ്ഞും പോകരുത്. എന്നാൽ ഇത് കറിവേപ്പിലയൊക്കെ നല്ല മുരിഞ്ഞ് വരുന്ന സമയത്ത് നിർത്തി നമുക്ക് അരിച്ചെടുക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ഇല്ലാത്ത ഒറ്റ സാധനം വെച്ചാൽ കരിഞ്ജീരകം മാത്രം. അത് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും, പച്ചമരുന്ന് കടയിൽ നിന്ന് അത് വാങ്ങിക്കാൻ കിട്ടും. ബാക്കി എല്ലാ സാധനവും നമ്മുടെ പരിസരത്ത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. എല്ലാവരും ചെയ്ത് നോക്കി. മുടിയുടെ താരനും മുടി വളരാനും മുടിക്ക് ഉള്ളുണ്ടാവാനും മുടി കറുക്കാനും ഒക്കെ നല്ലതാണ്. എല്ലാവരും എണ്ണ കാച്ചി തേക്കണം കേട്ടോ. അതേപോലെ എൻ്റെ കയ്യിൽ നേരത്തെ ഞാൻ കുറച്ച് ആവണക്കെണ്ണ നേരത്തെ ഉണ്ടായിരുന്നു. ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ 2 സ്പൂൺ ആവണക്കെണ്ണ ഇതിനകത്ത് ഒഴിക്കാം കേട്ടോ, മറക്കണ്ട. നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എപ്പോഴായാലും എല്ലാം ചതച്ചിട്ട് മാത്രമേ ഇടാവൂ. കാരണം അതിൻ്റെ നീര് കിട്ടണമെങ്കിൽ ഒന്ന് ചതയ്ക്കണം, അല്ലെങ്കിൽ നീര് കിട്ടത്തില്ല. എല്ലാം കരിഞ്ഞു മാറി പോകത്തതേ ഉള്ളൂ. നീര് കിട്ടണമെങ്കിൽ ചതച്ച് തന്നെ ഇടണം കേട്ടോ. അതുകൊണ്ട് എണ്ണ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടില്ലേ, നല്ല മണമാണ് വരുന്നത്. നല്ല മണമെന്ന് വെച്ചാൽ നല്ല മണം. തുളസിയുടെയും കരിഞ്ജീരകത്തിൻ്റെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും തേക്കാം കേട്ടോ. മുടിയും നഖവും ഒരിക്കലും വളരാതിരിക്കത്തില്ല. എത്ര വയസ്സ് ചെന്നാലും ഇത് രണ്ടും വളർന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് ഇനി മുടി വേണ്ട, വയസ്സായെന്നും പറഞ്ഞുകൊണ്ട് ആരും പ്രശ്നമാക്കണ്ട. മുടിയാണ് നമ്മുടെ അഴക് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു കവിത ചുമ്മാതൊന്ന് പറയാം, എൻ്റെ മനസ്സിൽ വന്നതാണ്, ഞാൻ വെറുതെ ഒന്ന് പറയാം. അഴകാം കാർക്കൂന്തൽ പിന്നിക്കെട്ടി ഒരു തുളസിക്കതിരും ചൂടി പോകുന്ന പെണ്ണെ, നിന്നെ കാണാൻ എന്ത് ചന്തമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ മുടിയിൽ നല്ല എണ്ണയൊക്കെ തേച്ച്, ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എണ്ണ ആയിട്ടുണ്ട്. എണ്ണ ആയി കഴിഞ്ഞ് ഈ തണുക്കുന്നിടം വരെ ഇതിൽ തന്നെ ഇട്ടേക്കണം കേട്ടോ. ഈ തണുത്ത് നല്ലോണം ഇതിനകത്ത് ഈ എണ്ണയിൽ ചൂടിക്കിടന്ന് തന്നെ പിന്നെ ബാക്കിയെല്ലാം നല്ലോണം മുരിഞ്ഞോളും. അപ്പം മുരിയുന്നിടം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണ ഇനി ഇപ്പോൾ നമ്മൾ ഓഫാക്കി വെച്ചിരുന്നിട്ട് നമുക്ക് തണുക്കുമ്പോൾ ഇത് ഒഴിച്ചെടുക്കാം എന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലല്ലാതെ ഒരു കണ്ണാടി കുപ്പിയിലാക്കി രാവിലെയും കുളിക്കുന്നതിന് മുമ്പ് രാവിലെ തേക്കുക. അല്ലെങ്കിൽ പനിയൊന്നും ഇല്ലാത്തതാണെങ്കിൽ രാത്രി തേച്ചിട്ടിട്ട് രാവിലെ കഴുകി കളയുക കേട്ടോ. അത് കഴുകി കളയുന്ന ഷാമ്പു ഉപയോഗിക്കരുത്. ചെമ്പരത്തിത്താളിയോ ഉലുവയുടെ വെള്ളമോ ഒക്കെ കഞ്ഞിയുടെ വെള്ളമോ കഞ്ഞിവെള്ളം തലേന്ന് എടുത്ത് വെച്ച് കുളിപ്പിച്ചിട്ട് അത് തലയിൽ തേച്ചാൽ മതി. ഉലുവയും കൂടെ കുറച്ചിട്ട് വെച്ചിരുന്നാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ എണ്ണ തണ്ടോ, എണ്ണ ഇതേപോലെ ഇരിക്കും, നല്ല പച്ച കളറിൽ ഇരിക്കും എണ്ണ കണ്ടോ. ഇത് ഇങ്ങനെ തന്നെ നമുക്കിനി ഇപ്പം അരിച്ചെടുത്ത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഈ ചൂടിൽ തന്നെ കിടന്ന് ഇത് നല്ലോണം മൊരിയുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. കറ്റാർ വാഴയുടെ നീരിനകത്തുണ്ടായിരുന്നു കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഉപകാരമുള്ള ഒരു വീഡിയോ, മറ്റു കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം താരം പോവും, മുടി വളരും, മുടി കറുക്കും, പെയിൻ ഉണ്ടാവത്തില്ല, പനി ഉണ്ടാവത്തില്ല. എല്ലാത്തിനും ചേർന്ന ഒരു എണ്ണയാണ്. ഇതെല്ലാവരും 1-2 കിലോ ഇതൊക്കെ മേടിച്ച് ഒരു 100 ഗ്രാം കരിഞ്ജീരകം മാത്രം ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, നമ്മളെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങളാണ്. ഇനി ഇത് നമുക്ക് ഓഫാക്കി ഇതിൽ കിടന്ന് തന്നെ തണുത്ത് നമുക്ക് കോരിയെടുക്കാം. കണ്ടില്ലേ, ഇതാണ് എണ്ണ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. എണ്ണ കണ്ടല്ലോ, ഞാൻ അരിച്ചൊഴിക്കണമെങ്കിൽ ഇനിയും താമസം വരും. അപ്പോഴത്തെ വീഡിയോ കട്ടായിപ്പോവും. അതുകൊണ്ട് ഞാൻ കാണിക്കുകയാണ്. ഇതിൽ തന്നെ കിടന്ന് നല്ലോണം ചുമക്കെ മൂത്ത് നമുക്ക് ഈ കൽക്കം മാറ്റിയെടുത്ത് നമുക്ക് അരിച്ച് വയ്ക്കാം. ഓക്കെ, എടുത്ത് കട്ടാക്കിയാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും ഇത് കാണണം, ഉപയോഗപ്പെടുത്തണം. ഓക്കെ.